എണ്ണിയാലൊടുങ്ങാത്തത്ര അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ഒരു കൊച്ചു ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി. അവയിൽ തന്നെ പല അത്ഭുതങ്ങൾക്ക് പിന്നിലുമുള്ള രഹസ്യങ്ങൾ ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്തതും ഗവേഷകരെ അമ്പരപ്പിച്ചതുമായ ചില പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രോസൺ മീഥേൻ ബബിൾസ്, കാനഡ. തണുപ്പ് കാലത്ത് താപനില നന്നായി കുറയുമ്പോൾ നദികളും തടാകങ്ങളും ഐസായി മാറുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. എന്നാൽ ചില സ്ഥലങ്ങളിൽ വിചിത്രമായ ഒരു പ്രതിഭാസം കൂടെ നടക്കാറുണ്ട്. അതാണ് നദികൾക്കടിയിൽ ഉറഞ്ഞുപോയ രീതിയിൽ കാണപ്പെടുന്ന കുമിളകൾ. കാനഡയിലെ എബ്രഹാം തടാകത്തിൽ നമുക്കിത് കൂടുതലായി കാണാൻ സാധിക്കും. ചത്ത മൃഗങ്ങളും ചെടികളുമൊക്കെ തടാകങ്ങളുടെ അടിത്തട്ടിൽ പോയി അഴുകാറുണ്ടെന്ന് നമുക്കറിയാം. ഈ പ്രക്രിയയിൽ വലിയ അളവിൽ മീഥേൻ വാതകം പുറത്തു വരാറുമുണ്ട്. ഇത് സാധാരണ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് പതിവ്. പക്ഷേ തണുപ്പിൽ വെള്ളം ഐസായി മാറുമ്പോൾ ഈ വാതക കുമിളകൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ അത്ഭുത കാഴ്ച കാണാൻ ദൂരെ നിന്നുള്ള സഞ്ചാരികൾ പോലും ഇവിടെ എത്താറുമുണ്ട്. ഇത് നേരിട്ട് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാനോ ക്രിസ്റ്റൽസ്, കൊളംബിയ. കൊളംബിയയിലെ മെറ്റാ പ്രവിശ്യയിലെ സെറാനിയ ഡീല മാക്കരീന പർവ്വത നിരകളിലാണ് കാനോ ക്രിസ്റ്റൽസ് സ്ഥിതി ചെയ്യുന്നത്. 1969 ഇത് ആദ്യമായി കണ്ടെത്തിയത് ചില കർഷകരാണ്. ഇത് ഗുവായാബെറോ നദിയുടെ ഒരു കൈവഴിയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള നദി ഇതായിരിക്കും. ലിക്വിഡ് റെയിൻബോ അല്ലെങ്കിൽ 5 വർണ്ണങ്ങളുള്ള നദി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കാനോ ക്രിസ്റ്റൽസിനെ കുറിച്ചുള്ള ഏറ്റവും വിചിത്രമായ കാര്യം ഇതിൽ വളരുന്ന പലതരം സസ്യങ്ങളാണ്. മാക്കറേനിയ കാൾവിഗറ എന്ന ഒരു പ്രത്യേകതരം സസ്യമാണ് കടും ചുവപ്പ് നിറത്തിൽ വളരുന്നത്. മറ്റ് പല ചെടികളും ചേർന്ന് മഴവില്ലിൻ്റെ മിക്ക നിറങ്ങളും ഈ നദിയുടെ അടിത്തട്ടിൽ നമുക്ക് കാണാൻ കഴിയും. സെയിലിംഗ് സ്റ്റോൺസ്, ഡെത്ത് വാലി. മരുഭൂമികളിൽ നടക്കുന്ന പല പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നും പൂർണ്ണമായി അറിവില്ല. എന്നാൽ ഈയിടെ വിശദീകരിക്കാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒന്നാണ് സെയിലിംഗ് സ്റ്റോൺസ് അഥവാ സഞ്ചരിക്കുന്ന കല്ലുകൾ. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മരുഭൂമികളിലും ഇത് കാണാമെങ്കിലും കാലിഫോർണിയയിലെ ഡെത്ത് വാലി നാഷണൽ പാർക്കിലെ റേസ്ട്രാക് പ്ലായ എന്ന വരണ്ട തടാകത്തിലാണ് ഇത് കൂടുതൽ പ്രശസ്തമായി കാണപ്പെടാറുള്ളത്. ഇവിടെ കാണുന്ന കല്ലുകളുടെയും പാറകളുടെയും പിന്നിൽ നീണ്ട പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവ വളരെ ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ശക്തമായ കാറ്റ് മുതൽ അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ വരെയുള്ള പല സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കല്ലുകളിൽ GPS യൂണിറ്റുകൾ വെച്ച് നടത്തിയ വലിയ ഗവേഷണങ്ങൾക്ക് ശേഷം കിട്ടിയ ഉത്തരം ആ സിദ്ധാന്തങ്ങളെക്കാൾ അത്ഭുതകരമാണ്. രാത്രിയിൽ ഡെത്ത് വാലിയിൽ തണുപ്പ് കൂടുമ്പോൾ, പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത്, അന്തരീക്ഷത്തിലെ ഈർപ്പം മരുഭൂമിയിലെ പ്രതലത്തിൽ ഉറഞ്ഞ് കട്ടിയുള്ളതും എന്നാൽ നേർത്തതുമായ ഐസ് ഷീറ്റുകൾ ഉണ്ടാക്കുന്നു. ഇത് കല്ലുകളെ നിലത്തു നിന്നും അല്പം ഉയർത്തി നിർത്തുന്നു. ഈ സമയത്ത് അവ അനങ്ങില്ല. അടുത്ത ദിവസമാണ് മൂവ്മെന്റ് തുടങ്ങുന്നത്. അതായത് ആഴം കുറഞ്ഞ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഷീറ്റ് ഉരുകി തുടങ്ങുമ്പോൾ തറയിലെ ഘർഷണം അഥവാ ഫ്രിക്ഷൻ കുറയുകയും അപ്പോൾ കാറ്റിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം കല്ലുകൾ മണലിലൂടെ നീങ്ങുകയും പിന്നിൽ പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫെയറി സർക്കിൾസ്, നമീബിയ. ദക്ഷിണാഫ്രിക്കയിലും നമീബിയയിലുമുള്ള നമീബ് മരുഭൂമിയിലെ വരണ്ട പുൽമേടുകളിൽ വർഷങ്ങളായി ഗവേഷകരെ കുഴപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതിനെ ഫെയറി സർക്കിൾസ് എന്ന് വിളിക്കുന്നു. ഇതൊരു പ്രത്യേകതരം പുല്ല് മാത്രം വളരുന്ന വളരെ വരണ്ട പ്രദേശങ്ങളിലെ വട്ടത്തിലുള്ള ഭൂഭാഗമാണ്. ഇതിനുള്ളിൽ ഒന്നും വളരില്ല. ഇവയ്ക്ക് 7 മുതൽ 49 അടി വരെ വ്യാസവും ഉണ്ടാകാം. ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇവ നശിക്കുകയും അതിനുശേഷം അവിടെ വീണ്ടും പുല്ല് വളരാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂടുതൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ നമീബ് മരുഭൂമിയിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നായിരുന്നു ഗവേഷകർ ആദ്യം വിശ്വസിച്ചിരുന്നത്. എന്നാൽ 2014 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പിൽബറ പ്രദേശത്തും സമാനമായ വൃത്തങ്ങൾ കണ്ടെത്തി. ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്നെങ്കിലും കൃത്യമായ കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ബ്ലൂ വോൾക്കാനോ, ഇന്തോനേഷ്യ. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഓറഞ്ചോ ചുവപ്പോ നിറത്തിലുള്ള ലാവയും പുകയുമായിരിക്കും. മിക്ക അഗ്നിപർവ്വതങ്ങളിലും ഈ നിറങ്ങൾ തന്നെയാണ് കാണാറുള്ളത്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയാകണമെന്നില്ല.
ഇന്തോനേഷ്യയിലെ ഈജൻ അഗ്നിപർവ്വത സമുച്ചയം അത്തരത്തിലുള്ള ഒന്നാണ്. പകൽ സമയത്ത് ടർക്കോയ്സ് നിറത്തിലുള്ള വെള്ളമുള്ള ഒരു തടാകവും മനോഹരമായ കാഴ്ചകളുമാണ് അവിടെയുള്ളത്. എന്നാൽ രാത്രിയിൽ ഈ പ്രദേശത്ത് നീല നിറത്തിലുള്ള തീജ്വാലകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ 1 മണിക്കൂറിലധികം മല കയറി ക്രേറ്ററിൽ എത്താറുമുണ്ട്. ഈ നീല നിറത്തിലുള്ള തീജ്വാലകൾക്ക് കാരണം വളരെ ഉയർന്ന താപനിലയിൽ കത്തുന്ന സൾഫ്യൂരിക് വാതകമാണ്. ചില സമയങ്ങളിൽ ഭൂമിയിലെ വിള്ളലുകളിൽ നിന്ന് പുറപ്പെടുന്ന ഈ തീജ്വാലകൾക്ക് 1100 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടുണ്ടാകാറുണ്ട്. കൂടാതെ 16 അടി വരെ ഉയരത്തിലെത്താനും ഇവയ്ക്ക് സാധിക്കും. സൾഫർ വാതകം ദ്രാവകമായി മാറിയിട്ട് കത്തുന്ന നീല നിറത്തിലുള്ള തീയുടെ കുളങ്ങളും അവിടെയുണ്ട്. ഈ സ്ഥലം നേരിട്ട് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദി സ്റ്റോൺ ഫോറസ്റ്റ്, മഡഗാസ്കർ. ലോകത്ത് മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള ചെടികളും മൃഗങ്ങളും കാണപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ മഡഗാസ്കർ. അവിടുത്തെ ഭൂമിശാസ്ത്രവും അതുപോലെ വിസ്മയിപ്പിക്കുന്നതാണ്. ലോകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ സ്റ്റോൺ ഫോറസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാണ് മഡഗാസ്കറിൻ്റെ പടിഞ്ഞാറുള്ള സിങ്കി ഡി ബെമരാഹ എന്ന വനം. സിംഗീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വലിയ കൽരൂപങ്ങൾ യഥാർത്ഥത്തിൽ ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള പാറകൾ കൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. 10,000 വർഷങ്ങളായി വെള്ളം ഇതിലൂടെ ഒഴുകിപ്പോവുകയും പാറയുടെ ഭൂരിഭാഗവും നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉയരമുള്ളതും പലപ്പോഴും ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതുമായ കൽശില്പങ്ങൾ ബാക്കിയാവുകയാണ് ഉണ്ടായത്. ഇവിടെ സസ്യങ്ങൾ കുറവാണെങ്കിലും പാറക്കെട്ടുകളിലൂടെ ചാടി നടക്കുന്ന ലെമൂർ പോലുള്ള പലതരം ജീവികളെ നമുക്കിവിടെ കാണാൻ കഴിയും. മാർബിൾ കേവ്സ്, ചിലി. ഇതാണ് പടഗോണിയയിലെ ജനറൽ കരേര തടാകം. മഞ്ഞുരുകിയ വെള്ളം നിറഞ്ഞ ഈ തടാകം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ തടാകത്തോട് ചേർന്ന് ഭംഗിയുള്ള മാർബിൾ ഗുഹകളും നമുക്ക് കാണാൻ സാധിക്കും. 6000 വർഷത്തിലധികം കാലം തടാകത്തിലെ തിരമാലകൾ മാർബിൾ ഭിത്തികളിൽ പതിച്ചതുമൂലമാണ് ഈ ഗുഹകൾ രൂപപ്പെട്ടത്. ഇതിൻ്റെ ഫലമായി തുരങ്കങ്ങൾ, ഗുഹകൾ, വലിയ തൂണുകൾ എന്നിവയും ഇവിടെ രൂപപ്പെടുകയുണ്ടായി. ഈ സ്ഥലം നേരിട്ട് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ലേക്ക് ഹില്ലിയർ, ഓസ്ട്രേലിയ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തെ റിച്ചർച്ച് ആർച്ചിപ്പെലഗോ ദ്വീപ് സമൂഹത്തിലെ മിഡിൽ ഐലൻഡിലാണ് ഈ പിങ്ക് തടാകമുള്ളത്. പേര് പോലെ തന്നെ മൊത്തം പിങ്ക് നിറമാണ് ഈ തടാകത്തിന്. 600 മീറ്റർ നീളമുള്ള ഈ തടാകം 1802 ബ്രിട്ടീഷുകാരനായ മാത്യു എന്നയാളാണ് കണ്ടെത്തിയത്. ഇനി എന്തുകൊണ്ടാണ് ഈ തടാകത്തിന് പിങ്ക് നിറമെന്ന് നമുക്ക് നോക്കാം. ഈ തടാകത്തിൽ ഹാലോ ബാക്ടീരിയയും ഡുനാലിയല്ല സെലിന എന്നറിയപ്പെടുന്ന ഒരുതരം ആൽഗയും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഉപ്പുരസമുള്ള പിങ്ക് തടാകങ്ങൾ പോലെയുള്ള അന്തരീക്ഷത്തിൽ വളരുന്നവയാണ്. ഈ ജീവികൾ സ്രവിക്കുന്ന കരോട്ടിനോയിഡ് ചുവന്ന പിഗ്മെന്റുകളാണ് തടാകത്തിന് പിങ്ക് നിറം നൽകുന്നത് എന്നാണ് കണ്ടെത്തൽ. ഡെസേർട്ട് റോസസ്. മരുഭൂമികളെന്ന് പറയുമ്പോൾ മണൽക്കൂനകളും ചൂടുള്ള കാലാവസ്ഥയിൽ അതിജീവിക്കാൻ കഴിവുള്ള മൃഗങ്ങളും കള്ളിച്ചെടികളുമൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ അവിടുത്തെ അമിതമായ ചൂടും തണുപ്പും മണൽക്കാറ്റുകളുമൊക്കെ കാരണം വിചിത്രമായ ഒരു പ്രതിഭാസവും അവിടെ ഉണ്ടാകാറുണ്ട്. അതാണ് ഡെസേർട്ട് റോസ് അഥവാ മരുഭൂമിയിലെ റോസാപ്പൂ. ജിപ്സം അല്ലെങ്കിൽ ബാറൈറ്റ് എന്നീ ധാതുക്കൾ കൊണ്ടാണ് ഇവ രൂപപ്പെടുന്നത്. വരണ്ടതും മണലുള്ളതുമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ക്രിസ്റ്റൽ രൂപങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പണ്ടുകാലത്ത് ആഴം കുറഞ്ഞ ജലതടങ്ങൾ മരുഭൂമികളായി മാറിയപ്പോഴാണ് ഇവയുടെ രൂപീകരണം തുടങ്ങിയത്. പരന്ന പാളികൾ പോലെയായിരിക്കും ഇവയുടെ രൂപം. ഇതിനുള്ളിൽ വലിയ മണൽ തരികളും ഉണ്ടാകും. ഇവ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് കാണപ്പെടുക. ഒരു കടലയുടെ വലിപ്പം മുതൽ 4 ഇഞ്ചിലധികം വ്യാസം വരെ ഇവയ്ക്കുണ്ടാകാം. ഒറ്റയായിട്ടോ കൂട്ടമായിട്ടോ ഇവ രൂപപ്പെടാം. രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലുത് 39 ഇഞ്ച് ഉയരവും 1000 പൗണ്ടിലധികം ഭാരവുമുള്ളതായിരുന്നു. ബ്ലഡ് ഫാൾസ്, അന്റാർട്ടിക്ക. 1911 ഓസ്ട്രേലിയൻ ഭൂമിശാസ്ത്രജ്ഞനായ ഗ്രിഫിത്ത് ടൈലർ എന്ന ശാസ്ത്രജ്ഞൻ അന്റാർട്ടിക്കയിലെ ടൈലർ വാലിയിൽ ഒരു സർവേ നടത്തുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ടൈലർ ഗ്ലേഷ്യറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വെസ്റ്റ് ലേക്ക് ബോണിയിലേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഈ വെള്ളം സാധാരണ ഐസ് വെള്ളം പോലെ ശുദ്ധമായിരുന്നില്ല. മറിച്ച് കടും ചുവപ്പ് നിറത്തിലുള്ള രക്തം പോലെയായിരുന്നു. ഗ്ലേഷ്യർ രക്തം സ്രവിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. വെള്ളച്ചാട്ടം പുറത്തു വരുന്നതിന് ഏകദേശം 1300 അടി താഴെ ഒരു തടാകമുണ്ട്. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗ്ലേഷ്യർ രൂപപ്പെട്ടപ്പോൾ
കടൽ വെള്ളം കൊണ്ട് ഇത് നിറഞ്ഞു. ഇതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലായി അടങ്ങിയിട്ടുമുണ്ട്. വെള്ളം തണുത്തുറയാതെ സൂപ്പർ കൂൾഡ് അവസ്ഥയിൽ തുടരുകയാണ് ചെയ്യുന്നത്. വെള്ളം ഉപരിതലത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ഈ വെള്ളത്തിന് ചുവപ്പ് നിറം വരുന്നത്. കാരണം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കൂടിച്ചേരുമ്പോൾ ഇരുമ്പിന്റെ സംയുക്തങ്ങൾക്ക് മാറ്റം വരുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസം നടക്കുന്നതത്രേ. ഐ ഓഫ് ദ സഹാറ. നിലത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ രൂപം മനസ്സിലാക്കാൻ പ്രയാസമാണ്. മുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര ചെറുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരത്ഭുതമാണ് ആഫ്രിക്കയിലെ റിഷാറ്റ് ഘടന. വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൗറിത്താനിയയിലെ സഹാറ മരുഭൂമിയുടെ അറ്റത്തുള്ള പീഠഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 25 മൈൽ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ രൂപമാണിത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കുമിള ഉണ്ടായതിന് തുല്യമാണിതെന്നും താഴെ നിന്ന് വന്ന ലാവ പോലെയുള്ള വസ്തുക്കൾ പുറംതോട് തകർത്തു വന്ന് പിന്നീട് തകർന്നടിഞ്ഞതുമാണെന്നാണ് ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തം. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലെൻറ്റിക്കുലാർ ക്ലൗഡ്സ്. വായു നമ്മുടെ ഭൂമിയിലൂടെ നീങ്ങുമ്പോൾ അത് പല തടസ്സങ്ങളിലും തട്ടാറുണ്ട്. തടസ്സങ്ങളിൽ തട്ടി വായു മുകളിലൂടെയോ മറ്റ് ഡയറക്ഷനുകളിലൂടെയോ പോകുമ്പോൾ ചെറിയ ചുഴികൾ രൂപപ്പെടാറുമുണ്ട്. വെള്ളം ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് പോലെയാണിത്. വലിയ പർവ്വതം പോലെയുള്ള ഒരു തടസ്സത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു വലിയ ചുഴി ഉണ്ടാകുമ്പോൾ അതിനു മുകളിലൂടെ ഈർപ്പമുള്ള വായു കടന്നു പോകുമ്പോഴാണ് അറ്റ്മോസ്ഫറിക് സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും മേഘങ്ങളിൽ വളരെ വിചിത്രമായ ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് കഴിയും. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അസാധാരണമായ രൂപങ്ങളിലൊന്നാണ് ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. ഇത് രൂപപ്പെടാൻ വളരെ പ്രത്യേകമായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരന്ന സ്ഥലങ്ങളിൽ ഇവ കാണാറില്ല. പർവ്വതങ്ങൾ പോലെയുള്ള വലിയ രൂപങ്ങൾക്കടുത്തോ ചിലപ്പോൾ വലിയ കെട്ടിടങ്ങൾക്കടുത്തോ മാത്രമേ ഇവയെ കാണാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പ്രകൃതി പ്രതിഭാസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.